PSC അട്ടിമറിക്കാൻ സമരപ്രഖ്യാപനവുമായി CPM സംഘടന സ്ഥിരം തസ്തികകളിൽ തിരികെ കയറ്റിയ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ രംഗത്ത്. മെയ് 20-ന് ദേശീയ തലത്തിൽ പണിമുടക്കിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ് ഈ വാർത്ത. പ്രജിത് മോഹനൻ വിവരങ്ങൾ നൽകും. പ്രജിത്ത്, ഏറ്റവും കൂടുതൽ പടി കേട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് PSC. അതും ഇടത് സംഘടനകൾ കാരണമാണ് എന്നതും വസ്തുതയാണ്. ഈ പിൻവാതിൽ നിയമനം മുതൽ PSC കോഴ വിവാദം വരെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ എന്താണ് ഈ സമരവുമായി രംഗത്തെത്താൻ സംഘടനയെ പ്രേരിപ്പിക്കുന്നത്? അനു, ഈ വരുന്ന മെയ് 20-ന് ദേശീയ തലത്തിൽ ഇടത് സംഘടനകളുടെ ഒരു പണിമുടക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തും വലിയ സമര പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയാണ് ഇടത് സംഘടനകൾ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലെ ഇടത് ജീവനക്കാരുടെ CPM ജീവനക്കാരുടെ സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി, വിചിത്ര ആവശ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവരുടെ സമര നോട്ടീസിലെ 8ാമത്തെ ആവശ്യം എന്ന് പറയുന്നത് സ്ഥിരം തസ്തികകളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് PSC വഴി നിയമനങ്ങൾ നടക്കേണ്ട സ്ഥിരം തസ്തികകളിൽ ആളുകളെ തിരികെ കയറ്റുന്നത് CPM-ന്റെ ഒരു സ്ഥിരം രീതിയാണ്. പ്രത്യേകിച്ച് അവരുടെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആളുകളെ തിരികെ കയറ്റുക, പിന്നീട് അവർക്ക് സ്ഥിരപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് PSC-യെ നോക്കുകുത്തിയാക്കുന്ന ഒരു രീതിയായി തന്നെ കാലങ്ങളായി CPM തുടരുന്നപ്പോൾ അത്തരമൊരു ആവശ്യം CPM-ന്റെ ഒരു ജീവനക്കാരുടെ സംഘടന തന്നെ, അതായത് PSC വഴി നിയമനം ലഭിച്ച് എത്തിയ ആളുകളാണ് ഒരുപക്ഷെ ഈ പറയുന്ന സംഘടനയിലാണെങ്കിലും ശരി കുറച്ച് കൂടുതലായി ഉണ്ടാവുക. അവർ പോലും ആവശ്യം ഉന്നയിക്കുകയാണ് PSC വഴി നിയമനം നടത്തേണ്ട തസ്തികകളിൽ ഇനി കരാർ നിയമനങ്ങൾ നടത്തിയാൽ മതി എന്നൊരു രീതിയിലേക്ക്. ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രത്യേകിച്ച് CPM-ന്റെ പിണറായി പിണറായി സർക്കാരിൻ്റെ കാലത്ത് തിരികെ കയറ്റിയിരിക്കുന്ന ജീവനക്കാർക്കെല്ലാം സ്ഥിരം നിയമനം നൽകണമെന്നൊരു ആവശ്യവുമായി കൂടി സംഘടന രംഗത്ത് വരുന്നു. ഇതിന് ഈ സമരത്തിൻ്റെ ഭാഗമായി സർക്കാർ അംഗീകാരം നൽകുകയാണെങ്കിൽ പല വകുപ്പുകളിലായി സർക്കാർ കുത്തിക്കയറ്റിയിരിക്കുന്ന തിരികെ കയറ്റിയിരിക്കുന്ന PSC-ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാതെ പകരം അവിടെ താൽക്കാലികക്കാരെ കരാർ ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള എല്ലാ നിയമനങ്ങളും ഇപ്പോൾ PSC എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഭരണഘടനാപരമാണ്. അപ്പോൾ അത്തരത്തിൽ ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തം നടത്താൻ PSC പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെ അനുവദിക്കാതെ ആ തസ്തികകളിൽ നിയമപ്രകാരം നിയമനം ലഭിക്കേണ്ടവരെ തഴഞ്ഞുകൊണ്ട് സ്വന്തം നിലയിൽ ഇഷ്ടപ്പെട്ടവരെ തിരികെ കയറ്റി അവർക്ക് പിന്നീട് ആ നിയമനം സ്ഥിരപ്പെടുത്തി നൽകാനുള്ള ഒരു സമീപനത്തിലേക്ക് ഇടത് സർക്കാർ കൂടി പോകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം സർക്കാരിന് നടത്താനുള്ളൊരു വഴിയൊരുക്കുകയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ CPM സംഘടന എന്നുള്ളത്. അതിന് മെയ് 20-ന് രാജ്യത്താകമാനം നടക്കുന്ന ഇടത് സംഘടനകളുടെ പണിമുടക്കിനെ മറയാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം. അനുവിന് തന്നെ അറിയാവുന്നതാണ്, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് PSC ചെയർമാൻ അടക്കമുള്ളവർ PSC അംഗങ്ങൾക്കടക്കമുള്ളവർക്ക് വലിയ രീതിയിലുള്ള ശമ്പള വർധനമൊക്കെ സർക്കാർ നൽകിയിരുന്നു. രാജ്യത്തെങ്ങുമില്ലാത്ത വണ്ണം PSC അംഗങ്ങളുടെ എണ്ണം പോലും കേരളത്തിലുണ്ട്. അപ്പോൾ അത്ര വലിയ സംവിധാനവും അത്ര വലിയ ശമ്പളവും ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയും ചെലവഴിക്കുന്ന PSC എന്ന് പറയുന്ന ഒരു സംവിധാനം, സംസ്ഥാനത്തെ എണ്ണമറ്റ ഉദ്യോഗാർത്ഥികളുടെ ഏക പ്രതീക്ഷ, ആ സ്ഥാപനത്തിന് വിടേണ്ട ഒഴിവുകളിലെല്ലാം താൽക്കാലികക്കാരെ നിയമിച്ചിട്ട് അതിന് പിന്നാലെ അവരെ സ്ഥിരപ്പെടുത്തി നൽകണമെന്നൊരു ആവശ്യം കൂടി വെക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്. ഈ നമ്മുടെ സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആളുകളോട് കാണിക്കുന്ന വഞ്ചനയാണ് എന്നുള്ളതാണ്. അതിനൊരു CPM-ന്റെ സംഘടന, അതും സർക്കാർ ജീവനക്കാരുടെ സംഘടന തന്നെ ആവശ്യവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം. അനു, ശരി.